ചേട്ടാ പോ റെഡിയായോ? റെഡിയായി. ഓക്കെ, ക്യാമറ റോളിംഗ് ആണേ. ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പരിചയുടെ ബസ്സിൽ കയറിയിട്ട് 1 വർഷമായില്ലേ? അപ്പം ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിന്റെ ഹസ്ബൻഡ് ബസ്സിൽ കയറിയത്, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന്. അപ്പം യൂട്യൂബിലൊക്കെ അവരൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും വ്യക്തമായിട്ടൊരു കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നില്ല. എങ്ങനെയാണ് കയറിയത്, ഇന്റർവ്യൂ ഉണ്ട് അതുകൊണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ എങ്ങനായിരുന്നു. പരിചേട്ടൻ അത് ഫേസ് ചെയ്തപ്പോഴല്ലേ മനസ്സിലായത്. അവർ പറയുന്ന പോലൊന്നും അല്ല. കുറച്ച് ഞാൻ ആദ്യം എങ്ങനെ ബെസ്റ്റ് ഡ്രൈവർ ആകുന്നുള്ള രീതിക്ക് ഞാൻ യൂട്യൂബിൽ ഈ ആയി കഴിയുമ്പോൾ നമ്മൾ പറയും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസിയാണ്, അപ്പൊ അപ്ലൈ ചെയ്താൽ മതി, ഓർഡറിന് നമുക്ക് കിട്ടും. അങ്ങനെയൊന്നുമല്ല, എല്ലാത്തിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് പറ്റിക്കും നമ്മൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആവുന്നതാണ്. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഫസ്റ്റ് പ്രോസസ്സ് വേറൊന്നല്ല, UK എത്തിയിട്ട് കാറിന്റെ ലൈസൻസ് ഉണ്ടോ, അത് 6 മാസം പൂർത്തീകരിച്ചോ, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. 6 മാസം ഓക്കെ ആയെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കപ്പം ബാക്കിയെല്ലാം ട്രെയിനിങ് തന്നെ അവർ വഴി. അതിനു മുമ്പ് ഞാൻ പറയുന്ന കാര്യം, 6 മാസത്തായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവരും പറഞ്ഞാൽ ചുമ്മാ അപ്ലൈ ചെയ്താൽ മതി കിട്ടും, അങ്ങനെയൊന്നല്ല. നമ്മളൊരു ആപ്ലിക്കേഷൻ ഇടുമ്പം അവരുടെ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് അതിന്റെ സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ് മെയിൻ അല്ലേ നമ്മൾ. കാരണം ഇതല്ലേ ഫസ്റ്റ് പ്രോസസ്സ്. നമ്മളിപ്പോ ഒരു വേക്കൻസി കണ്ടു, നമുക്കിപ്പോ 6 മാസം ഓക്കെ, നമ്മൾ കാർ ലൈസൻസ് 6 മാസം ഓക്കെ ആയി. അപ്പൊ നമ്മൾ അത് ഓക്കെ ആയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ, പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഞങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, 6 മാസമായ എക്സ്പീരിയൻസ് ഇല്ലാത്തതായിരിക്കും. എനിക്ക് നാട്ടില് ഹെവിയുടെ ലൈസൻസ് എല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ വാലിഡ് ഒന്നല്ല. അവരൊറ്റ ക്രൈറ്റീരിയ നോക്കുന്നുള്ളൂ, UK ലൈസൻസ് കാർ ലൈസൻസ് എടുത്തിട്ട് 6 മാസമായിട്ടുള്ളൂ ഉണ്ടോ എന്നാൽ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ 2-3 ഇടത്ത് ചെയ്തായിരുന്നു. അവിടെ നിന്ന് എനിക്ക് റിപ്ലൈ വന്നില്ല. ലാസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ ഇടുന്ന മെത്തേഡ് ചേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്ക് 2 ഇടത്തുനിന്ന് സ്റ്റേജ് കോച്ചിൽ നിന്നും വിളിച്ചത്. സ്റ്റേജ് കോച്ചിന്റെ കഥ ഞാൻ പിന്നെ പറയാം. അപ്പം ആദ്യം നമ്മൾ ഇടേണ്ടത് നന്നായിട്ട് നമ്മളെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക നന്നായിട്ട്. അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, അതാണ് ഫസ്റ്റ്. ബാക്കി വഴിയെ പറയാം. ഓക്കെ, താങ്ക് യു.